So next day we been for lunch in a resort at the restaurant called Boca. So we have ordered a shrimp that's stuffed inside the calamari. Calamari means like squid. So calamari is an Italian word, and they want to make it posh. That's why they use calamari instead of squid. And that comes with a nice sliced bread and salad with a different type of sauces, and it was amazing. It was my first time, but it was really delicious. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെതറും നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നല്ല ടയർഡായി. ഡ്രിങ്ക്സൊക്കെ കഴിച്ച് വീണ്ടും താമസ സ്ഥലത്തേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് വൈകുന്നേരമൊക്കെ ആയപ്പോൾ എണീറ്റ് വീണ്ടും നടക്കാൻ ഇറങ്ങി. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ഇരുട്ടി സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോഴത്തേക്കും തന്നെ എല്ലാ വൈബെല്ലാം മാറി, ആംബിയൻസൊക്കെ നന്നായിട്ട് ചേഞ്ചായ ഒരു നൈസ് സൈലൻറ്റ് പ്ലേസായി. ഇത് വൺ ഓഫ് ദി ഹാഫ് ഒരു ക്വാർട്ടർ സൈഡ് എന്നൊക്കെ പറയാം. ഇവിടെ ആക്ച്വലി ഈ റിസോർട്ടിൻ്റെ സ്റ്റേയിങ് ആൻഡ് ഡ്രിങ്ക്സ് ആൻഡ് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ സൈഡ് ഉണ്ടായിരുന്നത്. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കാണുന്ന ആ ലൈറ്റൊക്കെ ഉള്ളത് ഇത് ബോട്ടം പോർഷൻ ഓഫ് ദി മൗണ്ടൈൻ. അപ്പോൾ അവിടെ ആ താഴ്വരയുടെ ആ അടിഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഇതുപോലെയൊക്കെ തന്നെയുള്ള ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ് ഉള്ളത്. സെയിം ബാർസ്, റെസ്റ്റോറൻറ്റ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ ഈവനിങ് വാക്ക് കണ്ടിന്യൂ ചെയ്ത് സൈഡിലൂടെ ബീച്ച് സൈഡിലൂടെ അങ്ങോട്ടും ഓരോ റിസോർട്ടിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്ന് ഈവനിങ് ആംബിയൻസ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നൈറ്റ് വൈബ്, ഈവനിങ് വൈബും ഡേ വൈബും തമ്മിൽ ശരിക്കും നല്ല വ്യത്യാസമുണ്ട്. വെതറും കുറച്ച് ലൈറ്റായി, നല്ല ചെറിയൊരു കോൾഡൊക്കെ ആയി. പക്ഷേ ജാക്കറ്റൊന്നും ആവശ്യമില്ല. നാട്ടിലൊരു നൈറ്റ് ആ ഒരു അധികം ചൂടില്ലാത്തൊരു കാലാവസ്ഥയാണ്. അങ്ങനെ വാക്ക് എൻജോയ് ചെയ്ത് വീണ്ടും അതേ സെയിം വേയിലൂടെ തന്നെ നടക്കാൻ ആരംഭിച്ചു. അപ്പോഴത്തേക്കും തന്നെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഏകദേശം ഫുള്ളായി, മീൻസ് സീറ്റെല്ലാം ഫുള്ളി ബുക്ക്ഡായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകളെല്ലാം പുറത്തിറങ്ങി. ഇപ്പോഴാണ് ഈവനിങ് ഒരു വൈബായി തുടങ്ങിയത്. റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും ഡ്രിങ്ക്സും ഫുഡൊക്കെ ആയിട്ട് റെഡിയായി. എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നൈസ് ഒരു ഡേറ്റ് പാർട്ടി വൈബിലായി. റെസ്റ്റോറൻറ്റ്സ് എല്ലാം സോങ്സ് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ലൈവ് മ്യൂസിക്കുണ്ട്, ആളുകൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാവരും നല്ല ഹോളിഡേ മൂഡിലാണ്. ഇപ്പോഴാണ് ഇത് നേരത്തെ കാണിച്ച ഷോപ്പിംഗ് പ്ലേസാണ്. ഇപ്പോൾ എല്ലാവരും ഷോപ്പിങ്ങിനും എല്ലാത്തിനുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും എല്ലാം ഫുൾ ക്രൗഡഡ് ആൻഡ് നൈസ് ഒരു എൻജോയിങ് വൈബായിട്ടുണ്ട്. ട്രീസ് എല്ലാം വാം ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ പ്ലേസും എല്ലാ വാം ലൈറ്റ്സ് ഉള്ളേ. I like the warm lights really. I like it very much because it's like a cozy, nice atmosphere than white lights. So it's really wonderful, nice feeling, and we could see like ഓരോ ഷോപ്പും like everything is like international brands only. So ഈ വഴി ഒരു 5 to 10 minutes നമ്മൾ വാക്ക് ചെയ്യുമ്പോഴത്തേക്കും ബോത്ത് സൈഡ് ഓഫ് ദി ഈ വേയിലും നമുക്ക് ഷോപ്പിംഗ് ചെറിയ ചെറിയ ഷോപ്പുകളാണ്. ബട്ട് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് വി നീഡ് ടു സീ ഹൗ they like arrange everything and like a small shopping town. And this reminds me one of my friend Masha, she gave me actually she gifted me like a Dio perfume after shave on my birthday, so let's remind her. ആൻഡ് നമ്മളിതൊക്കെ കഴിഞ്ഞ് നേരെ ചെന്നത് ആ ഒരു ഷിപ്പൊക്കെ ഇടുന്ന ഒരു യോട്ട്, അതൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ബേയിലേക്കാണ്. ഇതിൻ്റെ സൈഡിലും ആക്ച്വലി ഷോപ്പിംഗ് ചെറിയ ഷോപ്പിംഗ്, ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് ബ്രാൻഡ്സിൻ്റെ ചെറിയ ഷോപ്പുകളാണ് ഉള്ളത്. ഇവിടെ വാച്ചിൻ്റെ ലൈക്ക് വലിയൊരു ഒരു സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈം നമുക്ക് അതിൽ കാണാൻ പറ്റും. റോളക്സിൻ്റെ ഒരു ഷോപ്പും ഉണ്ട്. അവരൊരു സ്റ്റാച്യു, റോളക്സിൻ്റെ വാച്ചിൻ്റെ സ്റ്റാച്യു ഉണ്ട്, ലൈക്ക് എ ബിഗ്
ഒരു ഒരാളുടെ ഒരു ഹൈറ്റ് വരുന്ന അത്രയും ഹൈറ്റ് വരുന്നൊരു ഒരു വലിയൊരു റോളക്സ് സ്റ്റാച്ചു അവിടെ അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങൊക്കെ എൻജോയ് ചെയ്ത് കുറേ പേര് ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ടുള്ളവർ ഷോപ്പ് ചെയ്യുന്നുണ്ട്. കുറേ പേര് ഷോപ്പുള്ള എല്ലാം കാണുന്നുണ്ട്, ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ റിയൽ പേൾസ് ആണെന്നാണ് അവർ പറയുന്നത്. പേൾസ് അവർ ബീച്ച് അടുത്താണല്ലോ, അതുകൊണ്ട് പേൾസ് അവർ കളക്ട് ചെയ്തിട്ട് ഓരോ ജുവലറീസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. റിങ്സ്, ബാംഗിൾസ് ആൻഡ് എവറിത്തിങ്, നെക്ലേസ് with like a small pendant, that kind of things and everything. And they got like this is a kind of like a different type of cheeses. ചെറിയ ഇതുപോലെയുള്ള ചെറിയൊരു സ്ട്രീറ്റ് ഷോപ്സിൽ എല്ലാം ഉണ്ട്. അങ്ങനെ വാക്ക് പിന്നെയും കണ്ടിന്യൂ ചെയ്ത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ക്രൗഡിൻ്റെ നല്ല ശബ്ദവും music and from the restaurants and pubs, everything from shops and everything, it gives it like a nice ambience to the evening. So that will makes us very feel something happy and it like it gives a holiday vibe. അങ്ങനെ വീണ്ടും നടന്ന് വീണ്ടും ഒരു അടുത്തൊരു ഷോപ്പിൽ കണ്ടു. അവിടെ ഗ്ലാസ്സിലകത്ത് പല സ്റ്റാച്യൂസ് ലൈക്ക് സീയിലുള്ള പല ക്രീച്ചേഴ്സിൻ്റെ ഒക്കെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. സൺഡേ കൊണ്ട് തന്നെ ഈ ഷോപ്പ് മാത്രം ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് അകത്ത് കയറി കാണാൻ പറ്റിയില്ല. പക്ഷെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ആൻഡ് വെരി എക്സ്പെൻസീവ് ആസ് വെൽ. ഫിഷ് ഉണ്ട്, squid and starfish, everything in a they made with a glass and everything and colored nicely and different type of statues നമുക്ക് ഇവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും അവിടെ നിന്ന് തന്നെ വാക്ക് കണ്ടിന്യൂ ചെയ്ത് അവിടെ അടുത്തുള്ളൊരു ലക്ഷൂറിയസ് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു ഇതുമുണ്ട്, അകത്തിരുന്ന് കഴിക്കാനുള്ള ഇതുമുണ്ട്. പിന്നെ എല്ലാ യോട്ടെല്ലാം അവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സീ ആയതുകൊണ്ട് അവിടെ എല്ലാം യോട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. മേ ബി ലൈക്ക് ഫ്യൂ ഹവേഴ്സിലേക്ക് റെൻറ്റിനെടുത്ത് പോകുന്നവരുണ്ട്, ഡേ ടൈമിലോ നൈറ്റ് ടൈമിലോ. പക്ഷേ എല്ലാത്തിനും യോട്ടൊക്കെ റെൻ്റ് എടുക്കുമ്പോഴേക്കും നല്ല എക്സ്പെൻസീവ് ആവും. നമുക്ക് പിന്നെ ഇവിടെ ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് എൻജോയ് ചെയ്ത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ മ്യൂസിക്കുണ്ട്, അല്ലെങ്കിൽ തന്നെ അതല്ലാതെ ഒരു നോർമൽ മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. നേരത്തെ കണ്ടതൊരു ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഐലൻഡാണ്. ഒരു ഐലൻഡ് ആ ബേയിലെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെയാണ് ടേബിളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഫുഡെല്ലാം കഴിച്ച് സീയൊക്കെ എൻജോയ് ചെയ്ത് ഈവനിങ് ആൻഡ് നൈറ്റ് വൈബ് എല്ലാം എൻജോയ് ചെയ്ത നൈസ് ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് കിട്ടും. അങ്ങനെ വീണ്ടും വോക്ക് കണ്ടിന്യൂ ഒക്കെ ചെയ്തു. എല്ലാം ഒന്നുകൂടെ നൈറ്റ് മൂടുള്ള ഒരു നൈറ്റ് ടൈം, ഒരു ഡാർക്ക് വൈബുള്ള എല്ലാം ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വിയർക്കത്തില്ല, അതുകൊണ്ട് നോർമലായിട്ട് വാക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച റെസ്റ്റോറൻറ്റ്സിൻ്റെ ടേബിളാണ് ഈ കാണുന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല വെതറൊക്കെ നല്ല ചൂടായതുകൊണ്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയത്തൊക്കെ വന്നപ്പോഴത്തേക്കും ടേബിളെല്ലാം ഫുള്ളായി. എല്ലാവരും ഫുഡും ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സീ കാണാൻ പറ്റും. ഇത് ആക്ച്വലി അഡ്രിയാറ്റിക് സീയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഇത് ഈ ബേ ചെന്ന് ചേരുന്നത് ആക്ച്വലി അഡ്രിയാറ്റിക് സീയിലാണ്. ഇത് ലൈക്ക് എ ബീച്ച് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കൈൻഡ് ഓഫ് എ വാട്ടർ ബോഡി ദാറ്റ് കണക്ട്സ് വിത്ത് അഡ്രിയാറ്റിക് സീ. അങ്ങനെ അവരുടെ ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന ഒരു ഡ്രിങ്ക്സൊക്കെ കഴിച്ച് അവിടെ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് ഒരു കൈൻഡ് ഓഫ് എ സ്പാനിഷ് ഒരു ഐറിഷ് ഓർ സംതിങ് ഓൾഡ് പബ് മ്യൂസിക് ആയിട്ടാണ് തോന്നിയത്. ഇംഗ്ലീഷ് അല്ലായിരുന്നു, സംതിങ്
another language. So even though it was very nice for a drink to enjoy in a pub, so it was like a nice evening and great ambience in the bay of Adriatic Sea. So that was really wonderful.